പരിശുദ്ധ റമദാൻ പകുതി പിന്നിട്ടിരിക്കുന്നു. നാം അനുഷ്ഠിച്ച നോമ്പും നമ്മുടെ ത്യാഗവും നമ്മുടെ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഓരോന്നിനെയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. വരും പകുതിയുള്ള ദിവസങ്ങളിൽ റമദാനിന്റെ പകുതി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാതെ പോയതും നമുക്ക് വിട്ടുപോയ എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ കുറവുകൾ നികത്തി ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ നമ്മൾ പ്ലാൻ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. യുദ്ധത്തിൽ ആര് വിജയിച്ചാലും യഥാർത്ഥത്തിൽ അവിടെ തോൽക്കുന്നത് പിഞ്ചു കുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ഗൾഫ് മേഖലയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ അതിന്റെ 17ാം രാവ് മുസ്ലിം ഉമ്മത്തിന്റെ ആദർശ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കുന്ന ഒരു ദിനം കൂടിയാണ്. യഥാർത്ഥത്തിൽ ആദർശ പോരാട്ടത്തിന്റെ ഓർമ്മകളാണ് ബദറിന്റെ പാഠവും നമുക്ക് നൽകേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന് വേണ്ടത് ഭൗതികമായ ശക്തിയല്ല, മറിച്ച് അചഞ്ചലമായ അല്ലാഹുവിലുള്ള വിശ്വാസമാണ് അതീവ പ്രാധാന്യം എന്നർത്ഥം. ധാരാളം ന്യൂനതകളുള്ള ഒരു പക്ഷമാണെങ്കിൽ, ന്യൂനതകളുള്ള ഒരു സംഘമാണെങ്കിൽ എത്ര തന്നെ ഭൗതികമായ സാമ്പത്തികമായ ഉയർച്ചയുണ്ടെങ്കിലും പരാജയം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ന്യൂനതകളില്ലാത്തൊരു പക്ഷത്തിനാണ് വിജയിക്കാൻ കഴിയുക. അവർക്കാണ് അല്ലാഹുവിന്റെ സഹായത്തിന് അർഹത ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങളെ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു. നിങ്ങൾ അദില്ലത്തായിരുന്നു, ദുർബലന്മാരായിരുന്നു, ശക്തി കുറഞ്ഞവരായിരുന്നു. എന്നിട്ടും അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ആയിരക്കണക്കിന് മലക്കുകളെ സൈന്യമായി നിയോഗിച്ചുകൊണ്ടാണ് വലിയ ഒരു ശക്തിയെ ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും വിജയാഹ്ലാദം മുഴക്കി വന്ന ആ വലിയ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞ മറുപടി ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി ലഭിച്ചേക്കാം, നിങ്ങൾ നന്ദി ലഭിക്കപ്പെടുന്നവർ ആയേക്കാം. അല്ലാഹുവിന്റെ സഹായം ലഭിക്കും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ന്യൂനതയില്ലാത്ത വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ന്യൂനതകളില്ലാത്ത ഒരു മനുഷ്യനായി മാറുക. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയായി മുസ്ലിം ഉമ്മത്ത് മാറുക. അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക എന്നത് ഈ പരിശുദ്ധ റമദാനിലെ ബദർ ദിനവും ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് എന്താ? ആ പരിശുദ്ധ ബദറിൽ അന്ന് അവിടെ പങ്കെടുത്ത ബദരീങ്ങളെ, യാ ബദരീങ്ങളെ കാവൽ നിൽക്കണേ, ബദരീങ്ങളെ തുണക്കണേ എന്ന് അവരോട് സഹായം തേടുന്നിടത്താണ് മനുഷ്യർ ഉള്ളത്. അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് എത്രമാത്രം വലിയ തെറ്റാണ് എന്ന് റഹ്മാനായ റബ്ബ് എത്ര തവണയാണ് ആവർത്തിച്ച് പറയുന്നത്. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന് എത്രമാത്രം
വഴിപിഴച്ചവനാണ്. അവനേക്കാൾ വഴിപിഴച്ച ഒരാളില്ല. ആരോടാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു യൗമൽ ഖിയാമ, അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? റഹ്മാനായ റബ്ബ് ചോദിക്കാൻ, വലിയ വഴികേട് അതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖും അൻ ദുആഇഹിം ഗാഫിലുൻ, ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ പറ്റി യാതൊരു ബോധവും യാതൊരു അറിവും ഇല്ലാത്തവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആണയിട്ട് പറഞ്ഞതാണ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ ശിർക്ക് ചെയ്തത് അവൻ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗമാണ് ഹറാമാകുന്നത് എന്നാണ്. അതുകൊണ്ട് ബദരീങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു സൈന്യാധിപൻ. ആ ബദരീങ്ങളുടെ നേതാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ സഹാബത്തിന് പ്രത്യേകമായ കഴിവുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി. അതിനുശേഷം ആ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് എന്ന പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹാബികളിൽ ശ്രേഷ്ഠൻ, പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പഠിപ്പിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ആ അബൂബക്കർ സിദ്ദീഖിന്റെ അത്ര പ്രവാചകനെ സ്നേഹിച്ചവർ ആരുമില്ല. അതല്ലേ യാഥാർത്ഥ്യം? അത്രമാത്രം ജീവിതം കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് പിന്നാലെ ജീവിച്ചു തീർത്തവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പോഴെങ്കിലും തന്റെ ജീവിതത്തിൽ ആ ബദരീങ്ങളോട് അല്ല, മരണപ്പെട്ടു പോയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ റസൂലല്ലാഹ്, എന്റെ സങ്കടങ്ങൾ തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. ഈ ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനത്തിലും നമ്മളോട് പഠിപ്പിക്കുന്നത്. ബദർ മൗലീദ് ചൊല്ലലല്ല, മറിച്ച് ബദരീങ്ങൾക്ക് ശക്തി നൽകിയ വിശുദ്ധ ഖുർആനാണ് നാം കയ്യിലെടുക്കേണ്ടത്. ആ ബദരീങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുത്ത റഹ്മാനായ റബ്ബ് അവതരിപ്പിച്ച 114 അധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആനാണ് അർത്ഥസഹിതം പഠിച്ചു മനസ്സിലാക്കി 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ജീവിച്ചത് അത് പ്രകാരം ജീവിക്കുമെന്ന നിശ്ചയദാർഢ്യമാണ് ഈ ദിനങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. മറിച്ച് നമ്മളെല്ലാവരും മാറിപ്പോയിരിക്കുന്നു. നമ്മിൽ ഒരു വിഭാഗം മാറിപ്പോയിരിക്കുന്നു. അവർ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളുടെ പേരിൽ മാല മൗലീദുകൾ ചൊല്ലുന്നു, ഖുർആനിനെ അവഗണിക്കുകയും ചെയ്യുന്നു. ബദരീങ്ങളുടെ പേരിലല്ല, അള്ളാഹുവിന്റെ പേരിലാണ് നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത്. അള്ളാഹുവിന്റെ പേരിലല്ലാത്ത ഒരു നേർച്ചയും അള്ളാഹു സ്വീകരിക്കുകയില്ല. സമൂഹം മാറി. പിശാച് അവരെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് നമ്മൾ അറിയണം. ഈ ഒരു വിഷയം വിശ്വാസികളെ ജീവിതത്തിൽ സ്വർഗ്ഗ നരകങ്ങൾ വേർതിരിക്കുന്ന വിഷയമാണ്. റമദാൻ കടന്നു പോകുമ്പോൾ അതിൽ നോമ്പനുഷ്ഠിച്ച് തന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നരകമോചനത്തിന് എനിക്ക് കാര്യപ്രാപ്തി ലഭിക്കുന്ന വിശ്വാസത്തിൽ കളങ്കം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം, ബദറിലെ മറ്റൊരു പാഠം ഇത് സത്യാസത്യ വിവേചനത്തിന്റേതാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, യൗമുൽ ഫുർഖാൻ, ഈ ദിനം എന്ന് പറയുന്നത് സത്യാസത്യ വിവേചനത്തിന്റെ സത്യവും അസത്യവും വിവേചിച്ചറിയുന്നതിന്റെ ദിനമാണ്. യൗമുൽ തഖൽ ജംആൻ, അഥവാ ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ. ഇവിടെ ഉദ്ദേശം ബദറാണ്. യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിലുണ്ടാകും. ഒന്ന് സത്യമാണ്, മറ്റൊന്ന് അസത്യമാണ്. ഇതിന് രണ്ടിനുമിടയിൽ നമുക്ക് അവ്യക്തമായ ചില കാര്യങ്ങളുണ്ടാകും. ആ അവ്യക്തമായ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കുക എന്നത്, സത്യവും അസത്യവും വേർതിരിക്കുക എന്നത്. നോക്കൂ നിങ്ങൾ, ബദർ എന്ന് നടന്നപ്പോ രണ്ട് വിഭാഗവും അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന സംഘമായിരുന്നു. എന്താ അള്ളാഹ് പറഞ്ഞത്? യൗമുൽ ഫുർഖാൻ. അവിടെ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിനമാണ് എന്ന് പറയാൻ കാരണം
അബൂജഹൽ അള്ളാഹുവിനോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്, അല്ലേ? മക്കയിൽ നിന്ന് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ തന്റെ താടികൾ നനഞ്ഞൊഴുകുമാറ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. തോൾമുണ്ട് നിലത്ത് വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, രണ്ടാളും പ്രാർത്ഥിച്ചത് റഹ്മാനായ റബ്ബിനോടാണ്. പക്ഷേ അള്ളാഹു സ്വീകരിച്ച പ്രാർത്ഥന ആരുടേതാണ്? മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മറിച്ചോ അബൂജഹലിന്റെ തല ഉരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ആ പ്രാർത്ഥനകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അള്ളാഹു അവിടെ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ചത് എന്ന് പറഞ്ഞത്. അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് അബൂജഹൽ കടന്നു വന്നത്. അവന്റെ വലിയ സൈന്യം കടന്നു വന്നത്. എന്നാൽ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകനും സഹാബത്തും നിലയുറപ്പിച്ചത്. യൗമുൽ ഫുർഖാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഹക്കും ബാത്തിലും കൂടിക്കലരുമ്പോ അത് വേർതിരിക്കാൻ നമുക്ക് കഴിയണം. ഈ റമളാനിലെ പട്ടിണിയും പരിവട്ടവും അവർക്ക് തടസ്സമായിട്ടില്ല. ഒരു യുദ്ധത്തിന് പോകണം എന്ന് പറഞ്ഞപ്പോ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ റമളാൻ കഴിയട്ടെ എന്ന് പറഞ്ഞില്ല, അവർ ഇറങ്ങി. കാരണം അവിടെ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിനമാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ബദർ പഠിപ്പിച്ച ആ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ഒരു വിശ്വാസി നിലപാട് ഉണ്ടായിരിക്കണം. വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാട് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. സ്വന്തം കുടുംബത്തെക്കാൾ, ദുനിയാവിന്റെ താല്പര്യത്തെക്കാൾ ഉപരിയായി അള്ളാഹുവിന്റെ ദീനിന് മുൻഗണന നൽകുന്ന ബദരീങ്ങളുടെ മാതൃകയാണ് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ബദറിൽ അബൂജഹലിന്റെ ധിക്കാരത്തെ നേരിട്ടതുപോലെ ഇന്ന് മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ ജൂത സയനിസ്റ്റ് അച്ചുതണ്ടിന്റെ ക്രൂരതകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത ദുരന്തമാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. നോക്കൂ നിങ്ങൾ, 1980കളിൽ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊജക്ട് തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ അടിസ്ഥാനം? നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള വിശാലമായ അറബ് രാജ്യങ്ങൾ കൈക്കലാക്കി ഇസ്രായേൽ വികസിപ്പിക്കുക എന്നതാണ് ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യമെന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെന്താണ് അടിസ്ഥാനപരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനായി അറബ് രാജ്യങ്ങളെ അഭ്യന്തരമായി ഭിന്നിപ്പിക്കാനുള്ള, നമുക്കറിയാവുന്നതുപോലെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാന് തന്നെ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ഈ പ്ലാൻ? ആ പ്ലാന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫലസ്തീൻ പൂർണ്ണമായും, ജോർദാൻ പൂർണ്ണമായും, ലെബനൻ പൂർണ്ണമായും, സിറിയയുടെ ഒരു വലിയ ഭാഗവും, ഇറാഖിന്റെ പകുതിയോളം ഭാഗവും, ഈജിപ്തിന്റെ സീനായ് ഉപദ്വീപും, സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗവും എല്ലാം ഈ ചേർന്നതാണ് ഈ പറഞ്ഞ പ്രൊജക്ട്. എന്നിട്ട് എന്നീ ഭാഗങ്ങൾ അവർക്ക് എന്താ തെളിവെന്നറിയോ? ഹീബ്രു ബൈബിൾ പ്രകാരം അബ്രഹാമിന്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് ഇത് എന്നാണ് സയനിസ്റ്റുകളുടെ വാദം. ഇത് നടപ്പാക്കപ്പെടുന്നു, അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം. റഹ്മാനായ റബ്ബിന്റെ സകലമാന അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ മനംനൊന്നുള്ള പ്രാർത്ഥനകളെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി നൽകണം. അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇസ്സത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസികളെ, റമദാൻ അത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. റമദാൻ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ലഭിച്ചിട്ട് നമുക്ക് നഷ്ടക്കാരനാകാൻ പാടില്ല. നമ്മൾ നഷ്ടക്കാരാകാൻ പാടില്ല. റസൂലുള്ളാഹി പറയാം, റഗിമ അൻഫുൻ റജുലുൻ ദഖല അലൈഹി റമദാൻ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാന് ലഭിച്ചു, എന്നിട്ട് സുമ്മൻ സലഖ ഖബ്ല അൻ യഗ്ഫിറ ലഹു, അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടാതെ അതങ്ങ് കടന്നുപോയി. ഒരു റമദാന് ലഭിച്ചു, അല്ലെ? നമുക്കൊക്കെ കിട്ടി. എന്നിട്ട് ആ റമദാൻ അവന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ട് അവന്
അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അവൻ മുഖം കുത്തി നരകത്തിൽ പ്രവേശിക്കട്ടെ. വിശ്വാസികളെ, നമ്മളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, നീ നശിച്ചോ? നമ്മൾ നശിച്ചില്ല എന്ന് പറയണം. നമുക്കതിനുള്ള കരുത്തുണ്ടാകണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു, അവൻ അള്ളാഹിനോട് പശ്ചാത്തപിച്ചു. അല്ല പറയാ, അവൻ അള്ളാഹുവിനെ കാണാൻ പറ്റും. എങ്ങനെ? ഗഫൂറൻ റഹീമാ, ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമായി കൊണ്ട് അവൻ അള്ളാഹിനെ കാണാൻ പറ്റുന്ന അള്ളാഹ് അത്ര വിശാല മനസ്കനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു റിവേഴ്സ് ഗിയറിൽ നമ്മളൊന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്യണം. എന്തിനാണെന്നറിയോ? നമുക്ക് ഓർമ്മ വെച്ച നാള് മുതൽ നമ്മുടെ ഓരോ ദിവസത്തിന്റെ ഏടും അതിന്റെ ഓരോ സമയവും പരിശോധിക്കണം. അതിൽ അള്ളാഹ് ഹറാമാക്കിയ കുറെ കാര്യങ്ങളുണ്ട്, റഹ്മാനായ റബ്ബ് പൊറുക്കാതെ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ ഈ പരിശുദ്ധ ദിനത്തിൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഈ ദിനങ്ങൾ അതിനു വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അള്ളാഹിനോട് ചോദിക്കാതെ പൊറുക്കൂല. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റെടുത്ത് പശ്ചാത്തപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥിരമാക്കിയാൽ അല്ലാഹ് പറയാ, ജഅലല്ലാഹു ലഹു, കേൾക്കണേ, ജഅലല്ലാഹു ലഹു, അവൻ അല്ലാഹു ദുനിയാവിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും, മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖങ്ങൾക്കും ഒരു ആശ്വാസം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും ദുനിയാവിൽ. നമ്മൾ നെടുനിശ്വാസിച്ചിട്ടാ ജീവിക്കണം. മക്കളെ കാര്യം അല്ലേ, സമ്പത്തിന്റെ, കച്ചവടത്തിന്റെ, ജോലിയുടെ, വിദേശത്തുള്ള സഹോദരങ്ങളുടെ അല്ലാഹ് പറയാ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മറ്റൊന്ന് പറഞ്ഞെന്നറിയോ, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു വഴി അള്ളാഹു തുറന്നു തരും. ലോകം അവസാനിക്കുന്ന ലോകം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് എന്താ പരിഹാരം? സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുക. സൂറത്ത് നൂഹിൽ അല്ലാഹ് പറഞ്ഞെന്നറിയോ, സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിച്ചു തരാം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ അത്ര ഫലമുള്ള. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വന്തത്തിലേക്ക് മടക്കണം. ആദ്യം നമ്മെ കുറിച്ച് പരിശോധിക്കണം. ഈ റമദാനിൽ നമ്മുടെ കണ്ണൊന്നും നനഞ്ഞിട്ടില്ല എങ്കിൽ വിശ്വാസികളെ വല്ലാത്ത പരാജയമാണ് കേട്ടോ. അതാണ് റസൂൽ ചോദിച്ചത്, മുഖം കുത്തി നരകത്തിലേക്ക് നീ എത്തുമോ? നിന്റെ കണ്ണൊന്നും നനഞ്ഞില്ലല്ലോ, നിന്റെ മനസ്സൊന്നും പിടച്ചില്ലല്ലോ, നീ നിന്നെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലല്ലോ, നീ വെറും പട്ടിണിക്കാരനായി പോയല്ലോ എന്ന സഹതാപമാണ് ഈ ഹദീസ് നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആൻ എവിടെ പാരായണം എവിടെ എത്തി? സഹോദരങ്ങളെ, തജ്വീദ് അനുസരിച്ച് അല്ലേ 15 ജുസ് എങ്കിലും 16 ജുസ് എങ്കിലും ആയോ? അതൊരു തവണ കഴിഞ്ഞു, രണ്ടാമത്തെ തവണ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണോ? ഈ റമദാൻ കഴിയുമ്പോൾ 3എങ്കിലും പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണോ? ഏതാണ് വേഗതയിൽ നമ്മൾ അതിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ദീനി പഠനങ്ങൾ, ഓരോ വിഷയങ്ങൾ പുതുതായി കേൾക്കുമ്പോൾ എന്താണ് ഇസ്ലാം നാം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ജമാഅത്ത് നമസ്കാരം ഈ ദിനങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ എടുക്കുന്ന ആ ത്യാഗം ഒരു മധുരമായി അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? റവാത്തിബ് സുന്നത്തുകൾ ഒന്നും നഷ്ടപ്പെടാതെ കൂടെയുണ്ടോ? തറാവീഹ് ഒന്ന് പോലും നഷ്ടപ്പെട്ടില്ല, അത് പൂർണ്ണമായി തക്ബീറത്തോടു കൂടി തന്നെ കിട്ടി. തസ്ലീമോട് പിരിഞ്ഞു പോകുമ്പോ വല്ലാത്തൊരു റാഹത്ത് എനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് സ്വന്തത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ വന്നുപെട്ട പണത്തിൽ നിന്ന് അതിന്റെ അവകാശികൾ കൈനീട്ടി ചോദിക്കുമ്പോ അല്പമെങ്കിലും എടുത്തു കൊടുക്കാനുള്ള മനസ്സുണ്ടായിട്ടുണ്ടാവും. നമ്മുടെ സമ്പത്തൊന്ന് കൂട്ടി നോക്കി സകാത്ത് കൊടുക്കണമല്ലോ റഹ്മാനെ എന്ന ബേജാറോട് കൂടി മരണം മുന്നിൽ കണ്ട് സകാത്ത് കൊടുക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ? സത്യസന്ധരായിട്ടുണ്ടോ? ദേഷ്യം പിടിക്കാത്ത ഒരു ഭർത്താവായി, ഒരു പിതാവായി, മകനായി, മകളായി, ഭാര്യയായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാൻ അതാണ് നമ്മോട് സംസാരിക്കുന്നത്. ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, സ്വന്തത്തോടു വേണ്ടി ചോദിക്കണം, കുടുംബത്തെ നന്നാക്കിയെടുക്കണം. ഉത്തരവാദിത്തങ്ങളുടെ വലിയ ലോകം അല്ലാഹു തുറന്നു തന്നു. എന്തിന്? റയ്യാൻ എന്ന കവാടത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരാധനകളിൽ കൂടുതൽ ജാഗ്രത വേണം എന്നതാണ് ഓർമ്മപ്പെടുത്തിയത്.
നമ്മൾ രണ്ടാമത്തെ പത്തിൽ നിന്ന് അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോൾ പ്രവാചകനും സഹാബത്തും എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ അറിയണം. റസൂലുള്ളാഹി പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചര്യയെക്കുറിച്ച് പറയുന്ന ഹദീസ്, യഅതഖഫു അൽ അശറൽ അവാഖിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രവാചകൻ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹുവിലേക്ക് പ്രവാചകൻ മടങ്ങിപ്പോകുന്നതുവരെ, മരണം വരെ. സഹോദരങ്ങളെ, അവസാനത്തെ 10ന്റെ തൊട്ടു മുമ്പ് നിൽക്കുമ്പോ നമ്മളൊന്ന് ഒരുങ്ങിയാൽ നമ്മുടെ ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ 10 ദിവസവും തുടർച്ചയായിരിക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെയാണ് അതിനെ സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഒറ്റയിട്ട രാവെങ്കിലും പള്ളികളിൽ പൂർണ്ണമായി സംഗമിക്കാൻ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. എന്താണ് അതിന്റെ മഹത്വം? മൻ ഇഅ്തകഫ യൗമൻ, ഒരാള് ഒരു ദിവസം ഇഅ്തികാഫിരുന്നു, ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ കൂലിയാണ് അവന്റെ ആഗ്രഹം. ആ ഉറക്കമൊഴിച്ചതിന്, ഖുർആൻ ഓതിയതിന്, പ്രാർത്ഥിച്ചതിന്, ദിക്ർ ചൊല്ലിയതിന്, ഇസ്തിഗ്ഫാർ നടത്തിയതിന് അല്ലാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ജഅലല്ലാഹു ബൈനൻ നാരി 3 ഖനാദികിൻ, 3 കിടങ്ങളുടെ അകലം നരകവും അവനും തമ്മിലുള്ള അകലം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്ന അത്ര വ്യത്യാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രല്ല സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദർ, എന്താ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുണ്ട്. അതിൽ 83 വർഷത്തിലധികം ഒരു മനുഷ്യൻ അധ്വാനിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് നൽകാമെന്ന് അള്ളയാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മുൻകഴിഞ്ഞവർക്കൊക്കെ ആയുസ് കൂടുതലായിരുന്നു, എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയതാണ് റമളാനിൽ ലൈലത്തുൽ ഖദർ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിൽ ഒരാൾ നിസ്കരിച്ചാൽ, മൻ ഖാമ, എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എന്നാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദർ ഫിൽ വിത്ർ മിൻ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിലാണ് നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു വിശ്വാസി പ്രത്യേകമായി എന്തെങ്കിലും ചോദിക്കണോ? ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയാൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പ്രത്യേകം പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ എന്റെ പാപങ്ങൾ മാപ്പാക്കണമേ എന്ന് ധാരാളമായി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, ഇതൊരു അനർഘ നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ അറിവിനെ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നു. പ്രയോജനപ്പെടുത്തിയോ എന്ന് അല്ലാഹു ചോദിക്കും. തടസ്സങ്ങളുണ്ട് അല്ലെ? പെരുന്നാളിന്റെ ഷോപ്പിംഗ് നമ്മൾ മാറ്റണം, അത് അവസാനത്തേക്ക് വെക്കാതെ നേരത്തെയാക്കണം. അല്ല, റമളാനിന്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട സംഗതികളായിരുന്നു ഇനിയും ചെയ്യാത്തവർ സഹോദരങ്ങളെ മണിക്കൂറുകൾ പിശുക്കിയെടുത്ത് സമയം ചുരുക്കി എത്രയും പെട്ടെന്ന് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് പൂർത്തിയാക്കണം. അങ്ങനെ ഇതിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. ഒരു സാമ്പത്തികമായ അച്ചടക്കവും നമ്മുടെ സമ്പത്തിൽ നിന്ന് സഹായങ്ങൾ നൽകാനുള്ള ഒരു ക്രമീകരണവും ഒക്കെ ഈ സമയത്തുണ്ടാവണം. സക്കാത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം. ദീന് പഠിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, പ്രവാചക ഹദീസുകൾ അർത്ഥം പഠിക്കുന്ന വിഷയത്തിൽ ജാഗ്രത ഉണ്ടാവണം. അങ്ങനെ റമളാനും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ആ പൂമുഖത്തിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് റബ്ബേ, ഞാൻ പ്രയോജനപ്പെടുത്തിയെന്ന് ആശ്വസിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഉത്തമ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റുകളും അല്ലാഹു ഈ പരിശുദ്ധ റമളാനിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. തെറ്റുകൾക്ക് പകരം നന്മകൾ രേഖപ്പെടുത്തി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിൽ സന്തോഷത്തോടു കൂടി ആർത്തുല്ലസിക്കാൻ, അതിലേക്ക് പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് അവന്റെ തൗഫീഖ് കൊണ്ട് നമ്മെ വലയം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സഹോദര
സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിൽ ഉലയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അവർക്ക് ഖിദ്മ ചെയ്തുകൊണ്ട് സേവനം ചെയ്ത് കുടുംബത്തിൽ സമയം ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു അതുകൊണ്ട് മഹത്തായ ഫളല് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നിഅമത്ത് നൽകുമാറാവട്ടെ. നമ്മയും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു വിടുതൽ നൽകുമാറാവട്ടെ, അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ, അവരുടെ പ്രതിസന്ധികൾ തീർത്തു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. آمين.